രം വിധിച്ചുമായിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചിയപ്പുണമക്കുണ്ട് നാട്ടിലെ കഥയെന്തെന്നറിയുണ്ട് നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ കബറെന്ന ഭയങ്കര വീട്ടിലെ മെത്ത വിറഞ്ഞ നമുക്ക് കാട്ടിലാരടി മണ്ണാട് ജയിലിൽ ചിന്ന കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് ഇടയുമേൽ തന്നേരാതു ചേർത്ത് മണ്ണലിലാല് മരമാട് മഹാബര ബാഹുദോറിലേ മരമാട് മഹാബര ബാഹുദോറിലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനവും ആദരവും നിറഞ്ഞ ശൈഖാന ഉസ്താദ് അവർകളെ, നീതി പുലർത്തുന്ന വിധികർത്താക്കളെ, ശുഭ്രവസ്ത്രധാരികളായ മുതഅല്ലിം സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, പ്രിയമുള്ളവരെ, ഞങ്ങൾ എല്ലാവരും ഇന്നിവിടെ ഓർമ്മിച്ചു കൂടാൻ കാരണം ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുബന്ധിച്ച വേദിയിലാണ്. എനിക്കിവിടെ അർപ്പിതമായ വിഷയം ഇസ്ലാമിലെ ലജ്ജ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്പം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. നാഥനായ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഭൂമിയിലെ ദുരന്തമുണ്ടാകാനുള്ള കാര്യം ഏതെന്നറിയുമോ? ഇന്നത്തെ സ്ത്രീകളുടെ ജീവിതം കണ്ടാൽ ജാഹിലിയ കാലത്തെ സ്ത്രീകൾ പോലും തോറ്റുപോകുന്ന രീതിയിലാണ് 6-ാം നൂറ്റാണ്ടിലെ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഇരുണ്ട യുഗത്തിന്റെ സ്ത്രീകൾ പോലും തോറ്റുപോകുന്ന രീതിയിലാണ് ഇന്നത്തെ സ്ത്രീകളുടെ ജീവിതം. അല്ലാഹുവേ, പ്രത്യേകിച്ച് മുസ്ലിം പെണ്ണിന്റെ സ്വഭാവം ഉണ്ടല്ലോ, തന്റെ സ്വന്തം ശരീരത്തെ ഔറത്ത് കാണിച്ചുകൊണ്ട് നടന്നു പോകുന്ന അവസ്ഥയിലേക്ക് ഇക്കാലത്തെ സ്ത്രീകൾ മാറിയിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും മറ്റുള്ള സോഷ്യൽ മീഡിയകളിൽ പരത ധരിച്ചുകൊണ്ട് വൃത്തികേട് കാണിക്കുന്ന പെങ്ങന്മാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കോ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കോ. നിങ്ങൾ ഇഹലോകം മാത്രമുള്ളതെന്ന് വിചാരിച്ചിട്ടുണ്ടോ? എന്നാൽ വിരൽ കടിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ വരുകയാണ്. അപ്പോൾ ചിന്തിച്ച് കാര്യമില്ലടി, അപ്പോൾ ചിന്തിച്ച് കാര്യമില്ലടി. ഇമാം ദൈലമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഞങ്ങൾ കാണാം, ലാ ഖൈറ ഫീമൻ ലാ യസ്തഹീ. ലജ്ജയില്ലാത്ത മണിക്കൂർ സൽസ്വഭാവമില്ല. ഉമ്മമാരെ, പത്രങ്ങളിൽ നിങ്ങൾ വായിക്കുന്നില്ലയോ? ന്യൂസുകളിൽ നിങ്ങൾ കാണുന്നില്ലയോ? മുസ്ലിം നാമധാരികളായ ചില പെങ്ങന്മാരാണ്, അവരുടെ തലയിൽ തട്ടം കാണാനില്ല. തലയിൽ തട്ട മാത്രമല്ല, അവരുടെ സംസാരത്തിൽ ഇസ്ലാമില്ല. മാത്രമല്ല, പരിശുദ്ധമായ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ ദുനിയാവിൽ ജീവിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വേദനയോട് ഒരു കാര്യം പറയാം. ഓ എന്റെ പെങ്ങന്മാരെ, എന്തിനാ മോലെ നീ പർദ്ദ ധരിക്കുന്നത്? എന്തിനാ മോലെ നീ പർദ്ദ ധരിക്കുന്നത്? നീ ഏതെങ്കിലും വൃത്തികേട് കാണിക്കുമ്പോൾ എന്തിനാണ് ആ പർദ്ദ ധരിക്കുന്നത്? ആ പർദ്ദയുണ്ടല്ലോ, ആ പർദ്ദയിട്ടുകൊണ്ട് അല്ലയോ നീ ഇന്ന് സർവ്വ വൃത്തികേടുകൾ കാണിക്കുന്നത്? അത് അല്ലാഹു ആദരിച്ചതാണല്ലയോ. ഫാത്തിമ ബീവി ധരിച്ചതല്ലേ, ഖദീജ ബീവി ധരിച്ചതല്ലേ, ആയിഷ ബീവി ധരിച്ചതല്ലേ, എന്നിങ്ങനെ കുറെ മഹതിമാർ ധരിച്ച പർദ്ദയാണല്ലയോ. ആ പർദ്ദയിട്ടുകൊണ്ട് നീ എന്തിനാ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? പരം വിധിച്ചുമായിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചിയപ്പുണമക്കുണ്ട് നാട്ടിലെ കഥയെന്തെന്നറിയുണ്ട് നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ കബറെന്ന ഭയങ്കര വീട്ടിലെ
വീട്ടിലുമെത്ത വിറഞ്ഞ നമുക്ക് കാട്ടിലാരടി മണ്ണാണ്, ജയിലിൽ ചിന്ന കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇടയും മേൽ തന്മേരാതു ചേർത്ത് മണ്ണലിലാല് മരമാട് മഹാബര ബാഹുദോരിലേ, മരമാട് മഹാബര ബാഹുദോരിലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ട വിഭാഗമുണ്ട്. അല്ലാഹു അവരോട് സംസാരിക്കൂല, അല്ലാഹു അവരോട് മുഖത്തേക്ക് നോക്കൂല, അല്ലാഹു അവരോട് ഒരു കരുണയെ കാണിക്കൂല. അതാരെന്നറിയുമോ? കല്ല് കുടിക്കുന്നവരല്ല, പലിശ തിന്നുന്നവരല്ല, നിസ്കരിക്കാത്തവരല്ല, അഹങ്കാരിയല്ല, കാഫിരികളല്ല. ഞങ്ങളിൽ ചില വാപ്പമാരാ, ഇത് ഞാൻ പറയുന്നതല്ല, ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ട വിഭാഗമാരെന്നറിയുമോ? തന്റെ സ്വന്തം ഭാര്യ മക്കൾ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അത് നിസ്സാരമായി കാണുന്ന വാപ്പാ. അവർക്ക് ഹൃദയത്തിന്റെ വെളിച്ചം നൽകണം റഹ്മാനെ, ആമീൻ. ഇത്തരം പറഞ്ഞുകൊണ്ട് എന്റെ ഈ അല്പം സംസാരത്തിന് പൂർണ്ണ വിരാമം. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.